Johnny, Johnny, Johnny. Why you gon' let your money? Papa Bharanam Vendappa, ഇത് New York life Vendappa. We are New York boys, Papa. Sorry, Papa. Johnny, Money, Johnny. Hello everyone and welcome to Cutie the Beauties of Presence Comedy Masters, powered by Amritaveni Light Skit, co-powered by Rajakumari Group. നമ്മൾ ജെൻസി വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ നമ്മൾ അല്ല നമ്മൾ ചേച്ചി കാര്യം പറയാ ഫ്ലോറിൽ ജെൻസിയും റൂമിൽ തൈലോ ആയിക്കോട്ടെ. പക്ഷെ നമ്മളൊരു ഫ്ലോറിൽ നിൽക്കുമ്പോ ആ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് നമുക്ക് വേണ്ടത്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ. സാധാരണ ലേഡീസ് ഫസ്റ്റ് എന്നാണ് പറയുക, പക്ഷെ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞാൻ ഒറ്റയടിക്ക് അൻവറിൽ നിന്നുമാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. മിസ്റ്റർ അൻവർ, എന്തോ എന്നാണ് വിശേഷം? ചുള്ളനാണല്ലോ കാണുന്നതല്ലേ, എല്ലാം സ്കിൻ കെയറിന്റെ ഒരു ഗുണം. കല്യാണി പറയട്ടെ, ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്നിട്ട് എന്നാ തോന്നുന്നു? മൊത്തത്തിലൊരു വെളിച്ചം, എവിടെ നോക്കിയാലും വെളിച്ചം. അത് ബ്ലാക്ക് ഔട്ട് ആയതാണോ? അതെ അതെ. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ എല്ലാവരുമായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോഴേക്കും ശരിയാവും. ഓക്കെ അഖിൽ, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ, ഭയങ്കര സംശയമാണ് എനിക്ക്. നിങ്ങളുടെ ചിലപ്പോൾ ഈ പെൺകുട്ടികൾ തീർത്തു തരാൻ പറ്റുമായിരിക്കും. പറഞ്ഞോ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണാറുണ്ട്, ന്യൂ ജനറേഷനിലുള്ള പെൺകുട്ടികൾക്ക് ഇച്ചിരി ഏജ് കൂടിയ ആൾക്കാരോടാണ് ക്രഷ് തോന്നാറ്. അതായത് മനസ്സിലായോ? നിങ്ങൾ ഇത് കാണാറില്ലേ? എന്തെങ്കിലും വാസ്തവം ഉണ്ടോ, ഹോപ്പ് ഉണ്ടോന്ന് അറിയാനാ? കോപ്പുണ്ട്. അത് ചിലപ്പോ 40+ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ജീവിതാനുഭവങ്ങൾ കൂടുതലായിരിക്കുമല്ലോ, പ്രായ കൂടുതലാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇമോഷണലി അവര് തകർന്നിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എന്ത് വേണം എന്ത് വേണ്ട എന്ന് കുറച്ചുകൂടി ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് ചിലപ്പോ 40+ ആയ ആൾക്കാർക്കായിരിക്കാം, കുറച്ചുകൂടി ഏജ് ആയ ആൾക്കാർക്കായിരിക്കാം. ഞാനൊരു കിടിലൻ ക്വസ്റ്റ്യൻ തരട്ടെ. ഞാനാണേ, ഇപ്പൊ യൂട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നത് ഈ യൂട്യൂബേഴ്സിനെ വെച്ചിട്ടാണ്. മുഖ്യമന്ത്രി മുതൽ എല്ലാ വകുപ്പുകളും വേണം. നിങ്ങൾ ആരെയൊക്കെ ആക്കും? എന്റെ താല്പര്യം പറയുവാണെങ്കിൽ പണ്ട് തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് കൊണ്ടുവരുന്നത് M4 Tech, ജിയോ മച്ചാൻ, പ്രവീൺ അവരുടെ ചാനലാണ്. അപ്പൊ ഞാൻ അവരുടെ പേരായിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രിയായിട്ട്. നമുക്കിനി ആഭ്യന്തരത്തിലേക്ക് കടക്കാം. ആഭ്യന്തരം നിക് വ്ലോഗ്സ് ആണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നേ. കാരണം കുറെ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോ നിക് വ്ലോഗ്സ്. കല്യാണി ചേച്ചി എല്ലാം അവിടെ വെക്കും. ആണോ കല്യാണി? എന്താ കല്യാണി ചേച്ചി? അതെന്താ ചേച്ചി അങ്ങനെ? എന്റെ അടുത്ത് എല്ലാം പോവും. അതൊരു എന്തായിരുന്നു? ചേച്ചി ഓടും ചാടും, എയറിൽ പോവും. എയറിൽ പോവാൻ മിടിക്കുകയാണ്. എയറിൽ പോകുന്ന കാര്യം, യെസ്, വാക്കുകളാൽ അമ്മാനമാടി എയറിൽ പോകുന്ന ഒരു വ്യക്തിയാണ് കല്യാണി. പ്രത്യേക കഴിവാ, ഇടയ്ക്കിടയ്ക്ക് പോവും. ഗതാഗതം ഞാൻ ഒറ്റ പറയട്ടാ, ഇവൾക്ക് ഇവളുടെ ഭർത്താവിനൂടെ കൊടുക്കും. ശ്രീവിദ്യക്കും രാഹുലിനും കൂടെ. കാര്യം അറിയാമോ? തിരുവനന്തപുരം കാസർഗോഡ്. ഇപ്പൊ ഈ മറ്റേ വോൾവോ ബസ്സുകാരില്ലേ, ഈ പലയിടത്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് ഇവളെയും രാഹുലിനെയാണ് വിളിച്ചത്. കാര്യം തൊട്ട് അതെ, നിങ്ങൾ തൃശ്ശൂർ ബ്ലോക്ക് ഉണ്ടോ? ഇനി വനം വകുപ്പ്. കാർത്തിക് സൂര്യ എല്ലാം പോവും. എല്ലായിടത്തും പോയില്ലേ, എല്ലായിടത്തും പോയി ഒക്കെ ചെയ്യും. എവിടെയായാലും ജീവിച്ചു പോയിക്കോളും. ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങളെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പം ഈ ആൾക്കാരെ കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഇതിലും ഭേദം കണ്ടന്റ് ഉണ്ടാക്കില്ല ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മള് പല രീതിയിലുള്ള കോണ്ടന്റ് നമ്മൾ ചെയ്യും. അപ്പൊ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈല് കണ്ടിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ്സ് ഒത്തിരി വരാറുണ്ട്. നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ റീലിൽ കാണുന്നതല്ല റിയൽ ലൈഫ്. അപ്പോൾ നമ്മളുടെ ജീവിതമാണ് നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ജീവിതം ആസ്വദിക്കാൻ ചിലപ്പോൾ മറന്നുപോകും. ഇപ്പം എന്റെ കോണ്ടന്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സെൽഫ് ലവ്, സ്കിൻ കെയർ, അങ്ങനത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടണം, മറ്റുള്ളവര് എന്ത് പറയും ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കരുത്. അപ്പൊ അതിലൊരു മാറ്റം വരുത്താൻ പറ്റിയാൽ നിങ്ങൾ തന്നെ വിചാരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഞാനിപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഇങ്ങനെ ജിൽജിലായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് കുറെ കുട്ടികളൊക്കെയും ഇങ്ങനെ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എങ്ങാനും നമ്മൾ ഇതിൽ സക്സസ് ആവുമോ എന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷെ വൺ സക്സസ് ആയാലും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ പഠിക്കുന്ന പ്രായത്തിൽ നമ്മൾ ആ ഒരു ഡിഗ്രി ഒരു ബലമാണ് നമുക്ക്. അപ്പോൾ അതും കോണ്ടന്റ് ക്രിയേഷൻ കൂടെ ഒന്നിച്ച് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും.